فلما جاء آل لوط المرسلون മലക്കുകൾ ലൂത്തിന്റെ അടുക്കലെത്തിയപ്പോൾ قال إنكم قوم منكرون അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അപരിചിതരാണല്ലോ. ഇവിടെ കാര്യം സംക്ഷിപ്തമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. സൂറ ഹൂദിൽ അതിന്റെ വിശദീകരണം നൽകിയിരിക്കുന്നു. അവർ വന്നപ്പോൾ ലൂത്ത് നബി അങ്ങേയറ്റം ഭയപ്പെടുകയും പരിഭ്രമിക്കുകയും ചെയ്തു. ഇന്ന് അങ്ങേയറ്റം വിഷമം പിടിച്ച ഒരു ദിവസമാണെന്ന് അവരെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് മന്ത്രിക്കാൻ തുടങ്ങി. ഈ മലക്കുകൾ സുന്ദര കുമാരന്മാരുടെ രൂപത്തിലായിരുന്നു ലൂത്തിന്റെ അരികിൽ വന്നിരുന്നത്. ലൂത്തിന് തന്റെ ജനങ്ങളുടെ ദുർവൃത്തികൾ നന്നായി അറിയുകയും ചെയ്യാമായിരുന്നു. ഈ അവസരത്തിൽ തന്റെ അതിഥികളെ തിരിച്ചയക്കാനോ സാധ്യമല്ല. എന്നാൽ ഈ ദുർവൃത്തന്മാരിൽ നിന്ന് സംരക്ഷിക്കാനും പ്രയാസം. ഇതായിരുന്നു അദ്ദേഹത്തെ പരിഭ്രാന്തനാക്കിയിരുന്നത്. قالوا بل جئناك بما كانوا فيه يمترون അവർ പറഞ്ഞു, അല്ല, ഈ ജനം സംശയിച്ചുകൊണ്ടിരുന്ന ആ സംഗതിയുമായി വന്നവരാകുന്നു ഞങ്ങൾ. وأتيناك بالحق وإنا لصادقون ഞങ്ങൾ യാഥാർത്ഥ്യവുമായി താങ്കളുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് സത്യമാകുന്നു. فأسر بأهلك بقطع من الليل واتبع أدبارهم ولا يلتفت منكم أحد وامضوا حيث تؤمرون അതിനാൽ ഇനി രാത്രിയായാൽ താങ്കൾ കുടുംബത്തെയും കൂട്ടി സ്ഥലം വിടുക. താങ്കൾ അവരുടെ പിന്നിൽ നടക്കണം. ആരും തിരിഞ്ഞു നോക്കരുത്. എങ്ങോട്ട് പോകാൻ കൽപ്പിക്കപ്പെടുന്നുവോ നേരെ അങ്ങോട്ട് തന്നെ പോവുക. ബൈബിളിൽ വിവരിച്ചതുപോലെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ ഉടനെ കല്ലായി പോവുമെന്നല്ല ഇതിന്റെ ഉദ്ദേശ്യം. യഥാർത്ഥ താൽപര്യം ഇതാണ്: പിന്നിൽ നിന്നുള്ള ശബ്ദങ്ങളും കോലാഹലങ്ങളും കേൾക്കുമ്പോൾ തമാശ കാണുന്നതിനു വേണ്ടി നിങ്ങൾ അവിടെ തങ്ങിപ്പോവരുത്. ഇത് തമാശ കാണാനുള്ള സമയമല്ല. കുറ്റവാളികളുടെ നാശത്തിൽ കണ്ണുനീർ പൊഴിക്കാനുള്ള സമയവുമല്ല. ശിക്ഷിക്കപ്പെടുന്ന ഈ ജനതയുടെ നാട്ടിൽ ഒരു നിമിഷം കൂടി തങ്ങുകയാണെങ്കിൽ ഭയങ്കരമായ ആ ശിക്ഷ നിങ്ങൾക്കും ചില നഷ്ടങ്ങളൊക്കെ വരുത്തിവെക്കും. وَقَضَيْنَا إِلَيْهِ ذَلِكَ الْأَمْرَ أَنَّ دَابِرَ هَؤُلَاءِ مَقْطُوعٌ مُصْبِحِينَ പ്രഭാതോദയത്തോടെ ഈ ജനം ഉന്മൂലനം ചെയ്യപ്പെടുന്നതാകുന്നു എന്ന തീരുമാനം നാം അദ്ദേഹത്തെ അറിയിച്ചു. وَجَاءَ أَهْلُ الْمَدِينَةِ يَسْتَبْشِرُونَ അപ്പോഴേക്കും പട്ടണവാസികൾ പുളകോന്മത്തരായി ലൂത്തിന്റെ വസതിയിൽ കുതിച്ചെത്തി. ഈ ജനതയുടെ അധാർമികത എവിടെ എത്തിയിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ആ നാട്ടിൽ ഒരാളുടെ അരികിൽ ഏതാനും സുന്ദരന്മാരായ അതിഥികൾ വന്നാൽ മതി, ദുർവൃത്തരായ ഒരു വലിയ സംഘം അവിടെ ഒരുമിച്ചു കൂടുകയും തന്റെ അതിഥികളെ ദുർവൃത്തികൾ ചെയ്യാൻ തങ്ങൾക്ക് ഏൽപ്പിച്ചു തരണമെന്ന് അയാളോട് പരസ്യമായി ആവശ്യപ്പെടുകയുമായി. അത്തരം പ്രവൃത്തികൾക്കെതിരിൽ ശബ്ദിക്കാൻ ആ നാട്ടിലെങ്ങും ഒരാളുമുണ്ടായിരുന്നില്ല. പരസ്യമായി ജനങ്ങൾ ഇത്തരം അതിക്രമങ്ങൾ ചെയ്യുന്നതിൽ ലജ്ജിക്കാൻ മാത്രം ധാർമ്മിക ബോധം അവശേഷിച്ചവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നില്ല. ലൂത്തിനെപ്പോലുള്ള വിശുദ്ധനും സന്മാർഗ ശിക്ഷകനുമായ ഒരാളുടെ വീട് പോലും ദുർമാർഗികൾ നിർഭയരായി ആക്രമിക്കുന്നു. എങ്കിൽ സാധാരണക്കാരോട് ഈ നാട്ടുകാരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. قال إن هؤلاء ضيفي فلا تفضحون ലൂത്ത് പറഞ്ഞു, സഹോദരന്മാരെ, ഇവർ എന്റെ അതിഥികളാകുന്നു, എന്നെ വഷളാക്കരുതേ. واتقوا الله ولا تخزون അല്ലാഹുവിനെ ഭയപ്പെടുവിൻ, എന്നെ അപമാനിക്കാതിരിക്കുവിൻ. قالوا أولم ننهك عن العالمين അവർ ചോദിച്ചു, ലോകം നന്നാക്കാൻ നടക്കേണ്ട എന്ന് ഞങ്ങൾ പലവട്ടം നിന്നെ വിലക്കിയിട്ടില്ലേ? قال هؤلاء بناتي إن كنتم فاعلين
ലൂത്ത് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തേ തീരൂ എങ്കിൽ ഇവിടെ ഇതാ എന്റെ പെൺമക്കളുണ്ട്. ഇതിന്റെ വിശദീകരണം സൂറ ഹൂദിലെ 78-ാം ആയത്തിന്റെ വിശദീകരണത്തിൽ നൽകിയിട്ടുണ്ട്. ദുർവൃത്തരായ ആളുകൾ തന്റെ അതിഥികളുടെ മേൽ ചാടി വീഴുമ്പോൾ അങ്ങേയറ്റം നിസ്സഹായനായ ഒരു മാന്യന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാണിതെന്ന് മൊത്തത്തിൽ സൂചിപ്പിക്കുക മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഇവിടെ മറ്റൊരു കാര്യം സ്പഷ്ടമായി തന്നെ പറയേണ്ടതുണ്ട്. ലൂത്ത് നബിയെ ദുർവൃത്തന്മാർ ആക്രമിക്കുന്നതുവരെ തന്റെ അതിഥികൾ മലക്കുകളാണെന്ന വസ്തുത അദ്ദേഹം മനസ്സിലാക്കിയിരുന്നില്ലെന്ന് സൂറ ഹൂദിലെ സംഭവ വിവരണത്തിൽ നിന്നു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതുവരെ ഏതോ യാത്രക്കാരായ കുട്ടികളാണ് തന്റെ അതിഥികളെന്നേ അദ്ദേഹം ധരിച്ചിരുന്നുള്ളൂ. പിന്നീട് തെമ്മാടികൾ കൂട്ടത്തോടെ അതിഥികളെ ആക്രമിച്ചപ്പോൾ ലൂത്ത് നബി അസ്വസ്ഥനായി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നിങ്ങളെ നേരിടാൻ ശക്തിയുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ശക്തനായ ഒരാളെ എനിക്ക് സഹായത്തിന് ലഭിച്ചിരുന്നെങ്കിൽ. അപ്പോഴാണ് മലക്കുകൾ തങ്ങളുടെ യഥാർത്ഥ അവസ്ഥ വ്യക്തമാക്കിയത്. ഉടനെ അവർ ലൂത്ത് നബിയോട് തന്റെ വീട്ടുകാരോടൊപ്പം സ്ഥലം വിട്ടുകൊള്ളാനും അക്രമികളായ ജനങ്ങളെ വകവരുത്താൻ അവിടെ തന്നെ ഉപേക്ഷിച്ചുകൊള്ളാനും നിർദ്ദേശിക്കുകയുണ്ടായി. സംഭവങ്ങളുടെ ഈ ക്രമം മുമ്പിൽ വയ്ക്കുമ്പോൾ ഏതൊരു നിർബന്ധിത പരിതസ്ഥിതിയിൽ എത്രമാത്രം നിസ്സഹായനായിക്കൊണ്ടാണ് ലൂത്ത് നബി ഈ വാക്കുകൾ പറഞ്ഞതെന്ന് വ്യക്തമാകുന്നതാണ്. ഈ സൂറയിൽ പക്ഷേ സംഭവങ്ങൾ അവ നടന്ന ക്രമത്തിലല്ല വിവരിച്ചിട്ടുള്ളത്. മറിച്ച് ഇവിടെ ഏതൊരാശയം തറപ്പിച്ചു പറയാനാണോ ഈ കഥ ഉദ്ധരിച്ചത് അതിന് സഹായകമായ ഭാഗം പ്രത്യേകം വിവരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. لعمرك إنهم لفي سكرتهم يعمهون. പ്രവാചകരെ, നിന്റെ ജീവനാണ് സത്യം. അന്നേരം അവർ ഒരു തരം ലഹരിയിൽ സ്വയം മറന്ന് വിഹരിക്കുകയായിരുന്നു. فأخذتهم الصيحة مشرقين. അങ്ങനെ പ്രഭാതം പൊട്ടിവിടരവേ ഒരു ഘോരഗർജനം അവരെ പിടികൂടി. فجعلنا عاليها سافلها وأمطرنا عليهم حجارة من سجيل. ആ നാടിനെ നാം കീഴ്മേൽ മറിച്ചു കളഞ്ഞു. അവർക്ക് മീതെ ചുട്ടുപഴുത്ത കല്ലുകൾ വർഷിച്ചു. ഈ ചുട്ടുപഴുത്ത കല്ലുകൾ ആകാശത്തുനിന്ന് വർഷിക്കുന്ന ഉൽക്കകളുടെ ഇനത്തിൽപ്പെട്ടതാവാം. അഗ്നിപർവ്വതത്തിന്റെ വിസ്ഫോടനം മൂലം പറന്നുയർന്ന കല്ലുകൾ പിന്നെ മഴ പെയ്യും പോലെ അവരുടെ മേൽ പെയ്തതുമാവാം. അതേപോലെ ഈ കല്ലുകൾ വർഷിച്ചത് ശക്തിയായ വല്ല കൊടുങ്കാറ്റുമാവാം. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽമുതവസ്സിമീൻ. സംഗതികൾ സൂക്ഷ്മ വിചിന്തനം ചെയ്യുന്നവർക്ക് ഈ സംഭവത്തിൽ മഹത്തായ ദൃഷ്ടാന്തങ്ങളുണ്ട്. വഇന്നഹാ ലബിസബീലിൻ മുഖീം. ലൂത്ത് ജനതയുടെ പ്രദേശം രാജപാതയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിജാസിൽ നിന്ന് സിറിയയിലേക്കും ഇറാഖിൽ നിന്ന് ഈജിപ്തിലേക്കും പോകുന്ന വഴിയിലാണ് ഈ വിപത്ത് സംഭവിച്ച പ്രദേശം. ഈ പ്രദേശങ്ങളിലെങ്ങും ഇന്നും നിലനിൽക്കുന്ന നാശത്തിന്റെ അടയാളങ്ങൾ അതുവഴി കടന്നുപോകുന്ന യാത്രാ സംഘങ്ങൾക്ക് കാണാവുന്നതാണ്. ബഹ്റുൽ ലൂത്ത് എന്നറിയപ്പെടുന്ന ചാവുകടലിന്റെ കിഴക്കും തെക്കുമായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ തെക്കു ഭാഗങ്ങളിൽ ഭൂമിയുടെ മറ്റു ഭാഗങ്ങളിൽ കാണപ്പെടാത്ത ഒരു പ്രത്യേക ശൂന്യതയും വരൾച്ചയും കാണപ്പെടുന്നതായി ഭൂമിശാസ്ത്ര വിശാരദന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയതൻ ലിൽമുഅ്മിനീൻ. വിശ്വാസികൾക്ക് അതിൽ അറിവ് പകരുന്ന അടയാളമുണ്ട്. വഇൻ കാന അസ്ഹാബുൽ ഐകതി ലളാലിമീൻ. ഐക്കവാസികളും ധിക്കാരികളായിരുന്നു. ശുഐബ് നബിയുടെ ജനതയെയാണ് ഇവിടെ ഐക്ക നിവാസികൾ എന്ന് വിളിച്ചിരിക്കുന്നത്. ബനു മദിയൻ അഥവാ മദിയൻ നിവാസികൾ എന്നായിരുന്നു ഈ ജനതയുടെ പേര്. അതിന്റെ കേന്ദ്രമായ പട്ടണത്തെയും മുഴുവൻ പ്രദേശത്തെയും മദിയൻ എന്നു തന്നെയാണ് വിളിച്ചിരുന്നത്. ഐക്ക എന്നത് തബൂക്കിന്റെ പഴയ പേരാണ്. ഘോരവനം എന്നാണ് ആ പദത്തിന്റെ ഭാഷാർത്ഥം. ഇന്ന് ഐക്ക എന്നത് ലൌസ് പർവ്വതത്തിൽ നിന്ന് അഫൽ താഴ്വരയിലേക്കൊഴുകുന്ന ഒരു മലഞ്ചോലയുടെ പേരാണ്. فانتقمنا منهم وإنهما لبإمام مبين. അവരെയും നാം ശിക്ഷിച്ചു. ഈ രണ്ട് ജനത്തിന്റെയും ജീർണാവശിഷ്ടങ്ങൾ
തുറന്ന പാതയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഐക്യവാസികളുടെ സ്ഥലവും മദിയനും ഹിജാസിൽ നിന്ന് ഫലസ്തീൻ, സിറിയ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. وَلَقَدْ كَذَّبَ أَصْحَابُ الْحِجْرِ الْمُرْسَلِينَ ഹിജ്റിലെ ജനവും ദേവദൂതന്മാരെ നിഷേധിച്ചു. സമൂദ് ജനതയുടെ തലസ്ഥാനമായ നഗരിയായിരുന്നു ഹിജ്ർ. മദീനയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഇന്നത്തെ അൽ ഉല പട്ടണത്തിൽ നിന്ന് അല്പം അകലെയായി ആ നഗരാവശിഷ്ടം സ്ഥിതി ചെയ്യുന്നു. മദീനയിൽ നിന്ന് തബൂക്കിലേക്കുള്ള പെരുവഴി അതിലൂടെയാണ് കടന്നുപോകുന്നത്. യാത്രാസംഘങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പോൾ തിരുമേനിയുടെ നിർദ്ദേശമനുസരിച്ച് അവിടെ തങ്ങാറില്ല. ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ ഇബ്നു ബത്തൂത്ത ഹജ്ജിന് പോകുമ്പോൾ അവിടെ എത്തിയിരുന്നു. അദ്ദേഹം എഴുതുന്നു, ഇവിടെ ചുവന്ന നിറത്തിലുള്ള പർവ്വതങ്ങളിൽ സമൂദ് ജനത വലിയ പാറകൾ തുരന്നുണ്ടാക്കിയ കെട്ടിടങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതിലെ കൊത്തുവേലകളും ചിത്രപ്പണികളുമെല്ലാം ഇന്നുണ്ടാക്കിയ പോലെ പുത്തനായി നിലകൊള്ളുന്നു. ഇന്നും ഈ സ്ഥലങ്ങളിൽ നുരുമ്പിച്ച മനുഷ്യാസ്ഥികൾ കാണപ്പെടുന്നുണ്ട്. وَآتَيْنَاهُمْ آيَاتِنَا فَكَانُوا عَنْهَا مُعْرِضِينَ നാം നമ്മുടെ സൂക്തങ്ങൾ അവരുടെ അടുക്കലേക്ക് അയച്ചു, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. പക്ഷേ അവരതൊക്കെയും അവഗണിച്ചുകൊണ്ടേയിരുന്നു. وَكَانُوا يَنْحِتُونَ مِنَ الْجِبَالِ بُيُوتًا آمِنِينَ അവർ പാറകൾ തുരന്ന് വസതികളുണ്ടാക്കി നിർഭയരായി വാണു. فَأَخَذَتْهُمُ الصَّيْحَةُ مُصْبِحِينَ ഒടുവിൽ ഒരു ഘോരഗർജനം പ്രഭാതവേളയിൽ അവരെ പിടികൂടി. فَمَا أَغْنَى عَنْهُمْ مَا كَانُوا يَكْسِبُونَ അവരുടെ സമ്പാദ്യങ്ങളൊന്നും അവർക്ക് അശേഷം ഉപകരിക്കുകയുണ്ടായില്ല. അവരുടെ സമ്പാദ്യങ്ങൾ അവർക്ക് ഉപകരിച്ചില്ല എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്. പർവ്വതങ്ങൾ തുരന്ന് അതിന്റെ അന്തർഭാഗത്ത് നിർമ്മിക്കപ്പെട്ട കരിങ്കൽ ഭവനങ്ങൾ അവരെ സംരക്ഷിച്ചില്ല. وَمَا خَلَقْنَا السَّمَاوَاتِ وَالْأَرْضَ وَمَا بَيْنَهُمَا إِلَّا بِالْحَقِّ وَإِنَّ السَّاعَةَ لَآتِيَةٌ فَاصْفَحِ الصَّفْحَ الْجَمِيلَ ആകാശഭൂമികളെയും അവയിലുള്ള സകല വസ്തുക്കളെയും നാം യാഥാർത്ഥ്യമായിട്ടല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. വിധി നിർണയവേള ഉറപ്പായും വന്നെത്തുക തന്നെ ചെയ്യും. പ്രവാചകരെ, താങ്കൾ ഈ ജനത്തിന്റെ അവിവേകങ്ങൾ മാന്യമായി ക്ഷമിക്കുക. തിരുമേനിയെ സമാശ്വസിപ്പിക്കാനും സാന്ത്വനപ്പെടുത്താനും പറഞ്ഞതാണിത്. ഇതിന്റെ താൽപര്യം ഇതാണ്: ഈ സമയത്ത് താങ്കൾ കണ്ടുകൊണ്ടിരിക്കുന്ന അസത്യത്തിന്റെ പ്രകടമായ വിജയവും സത്യത്തിന്റെ മാർഗത്തിൽ താങ്കൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ഒരിക്കലും താങ്കളെ പരിഭ്രാന്തനാക്കേണ്ടതില്ല. താൽക്കാലികമായ ഒരവസ്ഥ മാത്രമാണിത്, സുസ്ഥിരമായ അവസ്ഥയല്ല. എന്തുകൊണ്ടെന്നാൽ ആകാശഭൂമികളുടെ അന്യൂനമായ ഈ വ്യവസ്ഥ തികച്ചും സത്യത്തിലാണ് അധിഷ്ഠിതമായിട്ടുള്ളത്. പ്രാപഞ്ചിക വസ്തുക്കളുടെ പ്രകൃതി സത്യത്തിനനുസൃതമാണ്. അതിനാൽ സത്യത്തിനു മാത്രമേ ഇവിടെ സ്ഥായിയായ സ്വഭാവമുള്ളൂ. إِنَّ رَبَّكَ هُوَ الْخَلَّاقُ الْعَلِيمُ നിശ്ചയം താങ്കളുടെ റബ്ബ് സകലതിന്റെയും സ്രഷ്ടാവും സർവജ്ഞനുമാകുന്നു. സ്രഷ്ടാവെന്ന നിലയിൽ അവൻ തന്റെ സൃഷ്ടികളുടെ മേൽ സമ്പൂർണമായ അധികാരവും ശക്തിയുമുള്ളവനാണ്. അവന്റെ ബന്ധനത്തിൽ നിന്നും വിമോചിതനാവാനുള്ള ശക്തി ഒരു സൃഷ്ടിക്കുമില്ല. അതോടൊപ്പം പൂർണ്ണാർത്ഥത്തിൽ അവൻ സർവജ്ഞനുമാണ്. ഈ ജനതയുടെ സംസ്കരണത്തിനായി താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അവൻ അറിയുന്നുണ്ട്. അതേപോലെ താങ്കളുടെ സംസ്കരണ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാക്കാനുള്ള ശ്രമത്തിൽ അവർ അവലംബിക്കുന്ന കുതന്ത്രങ്ങളും അവൻ കാണുന്നുണ്ട്. അതിനാൽ താങ്കൾ പരിഭ്രമിക്കുകയോ അക്ഷമനാവുകയോ ചെയ്യേണ്ടതില്ല. സമയം വരുമ്പോൾ കൃത്യമായും നീതിനിഷ്ഠമായും തീരുമാനമുണ്ടാവുമെന്ന് സമാധാനിച്ചുകൊള്ളുക. وَلَقَدْ آتَيْنَاكَ 7 مِّنَ الْمَثَانِي وَالْقُرْآنَ الْعَظِيمِ ആവർത്തിച്ചുരുവിടാൻ യോഗ്യമായ സപ്തസൂക്തങ്ങൾ നാം താങ്കൾക്കരുളിയിരിക്കുന്നു. മഹത്തായ ഖുർആനും പ്രദാനം ചെയ്തിരിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയിലെ സൂക്തങ്ങളാണിവിടെ ആവർത്തിച്ചുരുവിടാൻ യോഗ്യമായ സപ്തസൂക്തങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ചിലർ അൽ ബഖറ, ആലു ഇമ്രാൻ, അൻ-നിസാ,
അൽ മാഇദ, അൽ അൻആം, അൽ ആറാഫ്, യൂനുസ് എന്നീ ദീർഘമായ 7 അധ്യായങ്ങളാണ് അതിന്റെ ഉദ്ദേശ്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഫാത്തിഹയാണെന്ന് പറയുന്നവരാണ് പൂർവിക പണ്ഡിതരിൽ ഭൂരിഭാഗവും. എന്നല്ല, തിരുമേനി തന്നെ അപ്രകാരം വ്യക്തമാക്കിയ 2 റിപ്പോർട്ടുകൾ ഈ വസ്തുതയുടെ സ്ഥിരീകരണത്തിനായി ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. തിരുമേനിയെയും സഖാക്കളെയും സമാശ്വസിപ്പിക്കുന്നതിനാണ് മഹത്തായ ഖുർആനും പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഉത്തരവാദിത്വം ഏറ്റെടുത്തതോടുകൂടി തന്നെ അവിടുത്തെ കച്ചവടം ഏറെക്കുറെ അവസാനിച്ചിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്തും 10-12 വർഷത്തിനിടയിൽ ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രായം കുറഞ്ഞ കുറെ മുസ്ലിം യുവാക്കൾ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തിരുന്നു. തൊഴിലും കച്ചവടവുമായി ജീവിതം കഴിച്ചിരുന്ന മറ്റു ചിലരുടെ ജീവിതമാർഗങ്ങൾ നിരന്തരമായി മുടങ്ങിയത് കാരണം അവരും തളർന്നു കഴിഞ്ഞിരുന്നു. സ്വന്തമായി ജീവിതമാർഗങ്ങളൊന്നുമില്ലാത്ത അടിമകളോ ആശ്രിതരോ ആയിരുന്നു മറ്റു ചിലർ. അതോടൊപ്പം തിരുമേനിയും സഖാക്കളും മക്കയിലും പരിസര പ്രദേശങ്ങളിലും അങ്ങേയറ്റം മർദ്ദിതരുമായിരുന്നു. നാനാഭാഗത്തു നിന്നും ആക്ഷേപങ്ങൾ, എങ്ങും ദൈന്യതയുടെയും നിന്ദ്യതയുടെയും പരിഹാസത്തിന്റെയും അവഹേളനത്തിന്റെയും ചിത്രങ്ങൾ. മാനസിക പീഡനങ്ങളോടൊപ്പം ശാരീരിക പീഡനങ്ങളിൽ നിന്നും ആരും മുക്തരായിരുന്നില്ല. മറുഭാഗത്ത് ഖുറൈശി പ്രമുഖർ ഭൗതിക വിഭവങ്ങളിൽ സമ്പന്നരാവുകയും തങ്ങളുടെ സുസ്ഥിതിയിൽ അഹങ്കരിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ അവസ്ഥയിലാണ് അവരോട് പറയുന്നത്, നിങ്ങൾ നിരാശപ്പെടുന്നതെന്തിന്? നിങ്ങൾക്ക് നാം ഏറ്റവും വലിയ ഒരു സമ്പത്ത് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മറ്റൊരനുഗ്രഹവും അതിന് കിടനിൽക്കുകയില്ല. നിങ്ങളുടെ വൈജ്ഞാനികവും സ്വഭാവപരവുമായ ഈ സമ്പത്താണ് യഥാർത്ഥത്തിൽ അസൂയാർഹമായത്. നിഷിദ്ധമാർഗങ്ങളിലൂടെ സമ്പാദിക്കുകയും നിഷിദ്ധമാർഗങ്ങളിൽ തന്നെ വിനിയോഗിക്കുകയും ചെയ്യുന്ന ഭൗതിക സമ്പത്ത് ഒരിക്കലും അസൂയാർഹമല്ല. അവസാനം അവർ തികച്ചും നിർധനരായി തങ്ങളുടെ രക്ഷിതാവിന്റെ മുമ്പിൽ ഹാജരാകേണ്ടി വരും. لا تمدن عينيك إلى ما متعنا به أزواجا منهم ولا تحزن عليهم واخفض جناحك للمؤمنين. അവരിൽ വിവിധ വിഭാഗങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള ഭൗതിക വിഭവങ്ങളിൽ താങ്കൾ കണ്ണുവെക്കേണ്ടതില്ല. അവരെയോർത്ത് വ്യസനിക്കുകയും വേണ്ട. അവരെ വിട്ട് സത്യവിശ്വാസികളോട് വിനയവും വാത്സല്യവുമുള്ളവനായിരിക്കുക. അവരെയോർത്ത് വ്യസനിക്കുകയും വേണ്ട എന്നു പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്: തങ്ങൾക്ക് ഗുണകരമായതിനെ തങ്ങളുടെ ശത്രുവായി മനസ്സിലാക്കുകയും തങ്ങളുടെ എല്ലാ ദുർമാർഗങ്ങളെയും സ്വഭാവ ദൂഷ്യങ്ങളെയും നന്മയായി ഗണിക്കുകയും ആ മാർഗത്തിലൂടെ മാത്രം ചരിക്കുകയും മറ്റു ജനങ്ങളെ അതിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യുന്ന അവരുടെ ഈ അവസ്ഥയിൽ താങ്കൾ ദുഃഖിക്കേണ്ടതില്ല. അവരുടെ പരിണാമം നാശമാണെന്ന് തീർച്ചയാണ്. തങ്ങൾക്ക് രക്ഷാമാർഗം കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയുടെ സംസ്കരണ പ്രവർത്തനങ്ങളെ നിഷ്ഫലമാക്കാനാണ് അവർ തങ്ങളുടെ സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. وَقُلْ إِنِّي أَنَا النَّذِيرُ الْمُبِينُ. സത്യനിഷേധികളോട് പറയുക, തീർച്ചയായും ഞാൻ തെളിഞ്ഞ മുന്നറിയിപ്പുകാരനാകുന്നു. كَمَا أَنزَلْنَا عَلَى الْمُقْتَسِمِينَ. ഇത് പൂർവ്വസമുദായങ്ങൾക്ക് നൽകിയിരുന്നതുപോലുള്ള മുന്നറിയിപ്പ് തന്നെയാകുന്നു. ജൂതന്മാരാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അവരെക്കുറിച്ച് ശിഥിലമാക്കി വിഭജിച്ചവർ എന്നു പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്: അവർ തങ്ങളുടെ ദീനിനെ പല ഭാഗങ്ങളായി വിഭജിക്കുകയും അതിൽ ചിലത് മാത്രം സ്വീകരിക്കുകയും മറ്റു ചിലത് നിരാകരിക്കുകയും ചെയ്തു. അങ്ങനെ ദീനിൽ പല ഏറ്റക്കുറവുകളും വരുത്തി. അവസാനം അവർ 72 വിഭാഗങ്ങളായി പിരിഞ്ഞു. അവരുടെ ഖുർആൻ കൊണ്ടുദ്ദേശിക്കുന്നത് മുഹമ്മദ് നബിയുടെ അനുയായികൾക്ക് ഖുർആൻ നൽകിയതുപോലെ അവർക്ക് നൽകിയ തൗറാത്താണ്. ഈ ഖുർആനെ ശിഥിലമാക്കി എന്നു പറഞ്ഞതിന്റെ താൽപര്യം അൽ ബഖറ 85 സൂക്തത്തിൽ വിവരിച്ചതു തന്നെ. നിങ്ങൾ വേദത്തിന്റെ ചില ഭാഗങ്ങൾ വിശ്വസിക്കുകയും ചില ഭാഗങ്ങൾ നിഷേധിക്കുകയുമാണോ? നിങ്ങൾക്ക് നൽകുന്ന ഈ മുന്നറിയിപ്പ് മുമ്പ് ജൂതന്മാർക്ക് നൽകിയിരുന്ന അതേ മുന്നറിയിപ്പാണെന്നും അവരുടെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പാഠം പഠിക്കണമെന്നും ഉണർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത്, ജൂതന്മാർ അള്ളാഹു നൽകിയ മുന്നറിയിപ്പുകൾ അശ്രദ്ധരായി തള്ളിക്കളഞ്ഞപ്പോൾ നേരിടേണ്ടി വന്ന പരിണാമം നിങ്ങളുടെ കൺമുമ്പിലുണ്ട്. ഈ പരിണാമം തന്നെയാണോ നിങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് നല്ലവണ്ണം ചിന്തിച്ച് തീരുമാനിച്ചു കൊള്ളുക.
الذين جعلوا القرآن عضين തങ്ങളുടെ ഖുർആനിനെ വിഭജിച്ച് ശിഥിലമാക്കി കളഞ്ഞവർക്ക്. فوربك لنسألنهم أجمعين താങ്കളുടെ റബ്ബാണ് സത്യം, തീർച്ചയായും നാം അവരോടൊക്കെയും ചോദിക്കുന്നതാകുന്നു. عما كانوا يعملون ഇഹലോകത്ത് അവർ പ്രവർത്തിച്ചിരുന്നതൊക്കെയാണത്. فاصدع بما تؤمر وأعرض عن المشركين അതിനാൽ പ്രവാചകരെ, താങ്കൾ ആജ്ഞാപിക്കപ്പെടുന്നതെന്തോ അത് പരസ്യമായി ഉദ്ഘോഷിച്ചുകൊള്ളുക. ബഹുദൈവാരാധകരെ ഒട്ടും സാരമാക്കേണ്ടതില്ല. إنا كفيناك المستهزئين ഈ പരിഹാസക്കാരെ താങ്കൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യാൻ എത്രയും മതിയായവനാകുന്നു നാം. الذين يجعلون مع الله إلها آخر فسوف يعلمون അവർ അല്ലാഹുവിന്റെ കൂടെ മറ്റു ചിലരെ കൂടി ദൈവമാക്കിയവരായിരുന്നു. അടുത്ത ഭാവിയിൽ അതിന്റെ ഫലം അവർ മനസ്സിലാക്കുന്നുണ്ട്. وَلَقَدْ نَعْلَمُ أَنَّكَ يَضِيقُ صَدْرُكَ بِمَا يَقُولُونَ ഈ ജനം താങ്കളെക്കുറിച്ച് ചമച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളിൽ താങ്കൾക്ക് മനക്ലേശമുള്ളതായി നാം അറിയുന്നുണ്ട്. فَسَبِّحْ بِحَمْدِ رَبِّكَ وَكُن مِّنَ السَّاجِدِينَ മനസ്സമാധാനത്തിനായി താങ്കൾ റബ്ബിന്റെ സ്തുതി കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുക. അവന്റെ സന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിക്കുക. وَاعْبُدْ رَبَّكَ حَتَّى يَأْتِيَكَ الْيَقِينُ വന്നെത്തുമെന്നുറപ്പുള്ള ആ അന്ത്യനിമിഷം വരെ റബ്ബിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക. സത്യപ്രബോധനത്തിന്റെയും പരിഷ്കരണ പ്രവർത്തനങ്ങളുടെയും മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുമ്പോൾ ധാരാളം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അഭിമുഖീകരിക്കേണ്ടി വരും. അവ നേരിടാനുള്ള ശക്തി നമസ്കാരത്തിൽ നിന്നും അള്ളാഹുവിനോടുള്ള അടിമത്തത്തിൽ ഉറച്ചു നിൽക്കുന്നതിൽ നിന്നും മാത്രമേ ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് സമാശ്വാസം ലഭിക്കുന്നതും അതിൽ നിന്നു തന്നെ. അത് നിങ്ങളിൽ സഹനശീലമുണ്ടാക്കും, നിങ്ങളുടെ മനോദാർഢ്യം വർദ്ധിപ്പിക്കും. ലോകം മുഴുവൻ ആക്ഷേപിച്ചാലും ശകാരിച്ചാലും തടസ്സപ്പെടുത്തിയാലും അവസാനമായി അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുന്ന ഈ സേവനമാർഗത്തിൽ പതറാതെ നിലകൊള്ളാൻ അത് നിങ്ങൾക്ക് ശക്തിയേകും.